ഇന്നത്തെ ഗസ്റ്റിന് പ്രത്യേകത ഉണ്ട്. ഒരുപാട് ഹാഫിളാണ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ ഏതൊരു വ്യക്തിയെ പറ്റിയിട്ടും ഇൽമു പഠിക്കേണ്ടത് ഹത്തൽ മമാത്ത് പറയും, മരണം വരെയാണ്. അത് ജീവിതത്തിൽ ഇരുത്തിപ്പുകഴുത്തല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറെ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നിലവിലുള്ള ജോലി മാറ്റിവെച്ച് വീണ്ടും പഠിക്കാൻ പോവുക, അത് വലിയൊരു തൗഫീഖാണ് അദ്ദേഹത്തെ നമുക്കിന്ന് കിട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രോതാക്കൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല ആരാണ് അദ്ദേഹം. സക്കരിയ നൂ അൽ മദീനി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ പല പരിപാടികളിലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ഒരു കാലയളവിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കാലമായി നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ട് തുടങ്ങിയിട്ട് അദ്ദേഹം അവിടെ പഠിക്കുകയാണ്, മദീനയിൽ മറ്റുമൊക്കെ പഠിക്കുകയാണ്. ജാമിയയിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഹിഫ്ലുമായി ബന്ധപ്പെട്ട അൽ ഹിന്ദ് ഖുർആൻ അക്കാഡമിയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിത്വം കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന് തന്നെ ഈ ഒരു ഖുർആൻ പഠന മേഖലയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു അക്കാഡമി ഉണ്ട്, തഹ്സീൻ അക്കാഡമി. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വിഷയത്തിലേക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്ന മേഖലകളിൽ ധാരാളം ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ സാധാരണ ഖുർആൻ പാരായണവുമായി ഖുർആൻ ഹിഫ്ളാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ പല ആളുകൾ കാണാറുണ്ട്. ചില ആളുകളൊക്കെ അതിനെ, അപ്പോൾ പല ആളുകളും പറയാറുള്ളത് ചെറുപ്പത്തിലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതിൽ അത് ശരിയാണോ? ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വവലാഹ അമ്മാ ബഅദ്. ആദ്യം തന്നെ നിങ്ങളുടെ ഈ നല്ല ചിന്തകൾക്ക് നന്ദി. മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളോട് ഒരു പക്ഷേ നീതി പുലർത്താൻ സാധിച്ചിട്ടില്ലാത്തൊരു അവസ്ഥയൊക്കെ തന്നെയാണ് ഉള്ളത്. പരിശ്രമങ്ങൾ ഈ പറഞ്ഞ പോലെ നടത്താൻ ആഗ്രഹമുണ്ട്. ഒരു മരണം വരെയും ഒരു തൊവൈലിബ് ആകാനെങ്കിലും പരിശ്രമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം വളരെ സുപ്രസക്തമാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് ചെറുപ്പത്തിൽ മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ, അതോ മുതിർന്നിട്ടും പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായി എനിക്ക് ഓർമ്മ വന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ്, മദീനയിലെ നമ്മളൊക്കെ ഉസ്താദായ, ലോകം മുഹദ്ദിസുൽ മദീന എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ, ഷെയ്ഖിനോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു, മുതിർന്നതിന് ശേഷം ഖുർആൻ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഷെയ്ഖ് കൊടുത്ത മറുപടി, 50 വയസ്സുകൾക്ക് ശേഷം ഖുർആൻ പഠിക്കാൻ പറ്റും, കാരണം ഞാൻ ഹാഫിളായത് 50 വയസ്സിന് ശേഷമാണ് എന്നുള്ളതാണ്. അല്ല, പ്രവാചക ചരിത്രത്തിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അബൂബക്കർ ചരിത്രം നോക്കിയാലും ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്കിയാലൊക്കെ ഈ അബ്ദുല്ലാഹി ഇബ്നു ഖുഹാഫ റളിയല്ലാഹു അൻഹു, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പയാണ്, പ്രവാചകന്റെ അരികിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കടന്നു വരുന്നതിനെ മറ്റേ ആ മണലിലൂടെ കാലുകൾ വലിച്ചഴിച്ചിട്ടാണ് ചരിത്രം പറയുന്നത്. അത്രയും പ്രായമായിട്ടുണ്ട്. അതെ അതെ. എന്നിട്ടടക്കം ഖുർആൻ പഠിക്കാനാണല്ലോ ആദ്യം പറഞ്ഞത്. അതെ, മാത്രമല്ല ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം സഹാബാക്കളുടെ ഒരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ജീവിതത്തിൻ്റെ പകുതി പിന്നിട്ടതിന് ശേഷമാണ്. അപ്പോൾ നമുക്കൊക്കെ ശരിക്കും എന്താണ്, ഇപ്പോഴേ ഖുർആൻ പഠിക്കാനുള്ള അവസരം കിട്ടണം. അവരൊക്കെ ജീവിതത്തിൻ്റെ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 30 വയസ്സുകളിൽ 40 വയസ്സുകളിൽ, ഇപ്പോൾ നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ അതിനപ്പുറത്തേക്കാണ്. അപ്പോൾ നമുക്കിത് പറ്റുമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതെന്ന് വെച്ചാൽ, മഹാനായ പണ്ഡിതൻ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുള്ള അഹ്മദ് അൽ ഉസൈമി ഹഫിദഹുല്ലാ, ഷെയ്ഖ് ഒരിക്കലും പറഞ്ഞൊരു വിഷയമാണ്. അതായത് ഖുർആൻ പഠിക്കുക, ഇൽമ പഠിക്കുക, ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ അത് ഓർമ്മശക്തിയുടെയോ ബുദ്ധിയുടെയോ നമ്മുടെ ഒഴിവിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഒരാൾക്ക് കുറേ ഓർമ്മശക്തി ഉണ്ട്, അപ്പോൾ അയാൾക്കൊരു പക്ഷേ ഖുർആൻ പഠിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ പലപ്പോഴും യാത്രയിൽ പല വ്യക്തികളെയും കണ്ടുമുട്ടാറുണ്ട്. ഒരു വ്യക്തി പറഞ്ഞത്, ഞാനൊരു പേജ് ഒരിക്കൽ വായിച്ചാൽ എനിക്ക് മനപ്പാടാവും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത്, സുബ്ഹാനല്ലാഹ്, ഖുർആൻ മനപ്പാടാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഓർമ്മശക്തി ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ഒഴിവ് സമയം, ഇപ്പോൾ പലപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്, നിങ്ങൾക്ക് ഒഴിവ് കിട്ടാറില്ല, നിങ്ങൾക്കൊക്കെ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ അതും ഒരു തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം പറയാണ്, തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ കാര്യം എന്ന് വെച്ചാൽ തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു ഔദാര്യം, അനുഗ്രഹം മാത്രമാണ് ഇൽമു പഠിക്കുക, വിശേഷ ഖുർആൻ മനപ്പാടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉതകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ്?
അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയും പരിശ്രമവും ഒരുമിച്ച് ചേർന്നാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ വാതിലുകൾ തുറന്നു തരും എന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ചെറുപ്പത്തിലുള്ളവർക്ക് മാത്രമല്ല, ഏത് പ്രായക്കാർക്കും ഖുർആൻ പഠിക്കാൻ നമുക്കിവിടെ തണ്ടിൽ വേദനയും ഉരവേദനയും കണ്ണിൽ തിമിരൊക്കെ തുടങ്ങുന്ന സമയത്താണ്. എന്തായാലും ഇൻഷാ അല്ലാഹ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഹിഫ്ള് സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മുമ്പത്തേനേക്കാൾ കൂടുതൽ ഇന്ന് സുലഭമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് പിന്നെ ഓൺലൈൻ അക്കാദമികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ പലരും ആരംഭിക്കുമ്പോൾ ഒരു കാഴ്ചപ്പാടോ അതല്ലെങ്കിൽ മറ്റു ചില വസ്തുക്കളോ കാഴ്ചപ്പാടോ ലക്ഷ്യമോ ഒന്നും ഇല്ലാതെ അന്നിപ്പം തുടങ്ങിയേക്കാം, തയ്യാറാക്കാതെ പലപ്പോഴും ഇറങ്ങിത്തിരിക്കുക. അങ്ങനത്തെ കാഴ്ചപ്പാടുകളുള്ള ആളുകളുണ്ട്. എന്നാൽ അതിനൊക്കെ വിഭിന്നമായിക്കൊണ്ട് കൃത്യമായ ലക്ഷ്യം, നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവണം, അതിന് കൃത്യമായ ഗോൾ ഉണ്ടാവണം, വിഷയം ഉണ്ടാവണം എന്നൊക്കെ പറയും. എന്നാൽ പോലെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ, ഇത് ബിസിനസ് ആയതുകൊണ്ടല്ല, ഇതിലേക്ക് എന്തൊരു വിഷയത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഇസ്ലാമികമായിട്ട് എന്തുണ്ടാവണം, ഒരു ലക്ഷ്യം ഉണ്ടാവണം. അപ്പോൾ ഈ കാഴ്ചപ്പാടുകളും അതുപോലെ ഇതൊന്നും ഇല്ലാതെ പല സ്ഥാപനങ്ങളും തുടങ്ങാറുണ്ട്. ഇത്തരം സമയത്തൊക്കെ ഈ കാഴ്ചപ്പാടുകൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇങ്ങനെ സ്ഥാപനങ്ങൾ അധികരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇതിനൊരു അപകടം വളരെയധികം വലുതാണ്. അപ്പോൾ എന്താണ് ഇത്തരം വിഷയത്തിൽ സ്ഥാപനങ്ങൾ കാണുമ്പോൾ പറയാനുള്ളത്? ഒന്നാമത്തേത് ബിസിനസ് തന്നെയാണെന്നുള്ളതാണ്. റബ്ബുമായിട്ടുള്ള കച്ചവടമാണ്. ശരി, ഖുർആൻ പാരായണത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയല്ലേ, തിജാറത്തു ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കച്ചവടം. അപ്പോൾ കച്ചവടം നടത്തുന്നത് റബ്ബുമായിട്ടാണെന്നുള്ള ബോധം ഈ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്താൽ ഇതിനൊക്കെ പരിഹാരമാകും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ മാഷാ അല്ലാഹ് തബാറക റഹ്മാൻ ധാരാളം സ്ഥാപനങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഓൺലൈൻ ആവട്ടെ, ഓഫ്ലൈൻ ആവട്ടെ, ഹോസ്റ്റലോടെ ആവട്ടെ, ഹോസ്റ്റലില്ലാതെ ആവട്ടെ, അങ്ങനെ പുതിയ വെറൈറ്റികൾ പല രീതിയിലും മാഷാ അല്ലാഹ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ശരിക്കും ഇതിൻ്റെ വലിയൊരു പോസിറ്റീവ് ഉണ്ട്. എന്താ വെച്ചാൽ ഖുർആനിനോടും അതിൻ്റെ പഠനത്തോടും അതിൻ്റെ വ്യത്യസ്ത മേഖലകളോടും നമ്മുടെ നാട്ടുകാർക്ക് സുബ്ഹാനല്ലാഹ് ആ ഒരു താല്പര്യം, ഇഷ്ടവുമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഒരു പക്ഷേ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റിക്കൊള്ളണമെന്നും ഇല്ല. എന്നാൽ നമുക്ക് ഈ താല്പര്യം ഉള്ളതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കൈപ്പേറിയ സത്യം എന്ന് പറയുന്നത്, ഒരു പള്ളി ഉണ്ടാക്കി, പള്ളിയിൽ എന്തായാലും ഇമാമുണ്ട്, ശമ്പളം മുതലാക്കണ്ടേ, എന്നാൽ പിന്നെ ഹൈഫ് തുടങ്ങാം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ആളുകളായിരിക്കും. അതെ, പലപ്പോഴും. അല്ലെങ്കിൽ പള്ളി തുടങ്ങി, പക്ഷെ ആളുകൾ എന്താകുന്നില്ല, സജീവമാകുന്നില്ല. എന്നാലൊരു അനക്കമൊക്കെ വേണമല്ലോ, എന്നാൽ പിന്നെ ഹൈഫ് തുടങ്ങിക്കളയാം. അങ്ങനെ പലപ്പോഴും ഒരു എന്താ പറയുക, അയൽ മഹലിൽ തുടങ്ങിയല്ലോ, ആ ശാഖക്കാർ തുടങ്ങിയല്ലോ, നമുക്കെന്താ ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും ഒരു കൃത്യമായ അജണ്ടകൾ അടിസ്ഥാനത്തിലല്ലാതെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാതെ ശരിക്കും തുടങ്ങുന്ന ഹിഫ്ള് സ്ഥാപനങ്ങൾ അല്ലാഹുൽ മുസ്തആൻ വഅലൈഹി തുക്ലാൻ വലിയ അപകടം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നേരത്തെ നുസാൻ പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങും, പിന്നെ എങ്ങനെ കൊണ്ടുപോകേണ്ടത് നമുക്ക് അറിയാത്തൊരവസ്ഥ, നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടില്ലെങ്കിൽ. ഒരിക്കൽ ലോകം അറിയപ്പെട്ട ഒരു ഖുർആൻ ട്രെയിനറാണ്, ഈ വിഷയത്തിൽ ജീവിതം മാറ്റിവെച്ചൊരു വ്യക്തിത്വമാണ്. അവരെക്കുറിച്ചൊക്കെയാണ് അങ്ങനെ പറയേണ്ടത്. ഖാദിമു കിതാബില്ല ഡോക്ടർ ഐമൻ സുവൈദ്, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ഉസ്മാൻ. അദ്ദേഹമാണ് അൽഹംദുലില്ലാ, സന്ദർഭമായി പറയട്ടെ, ഇന്ന് നമുക്ക് കേരളത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഗോപുരം എന്ന നമ്മുടെ സ്വന്തം ജാമിഅൽ ഹിന്ദിൻ്റെ ഹിഫ്ള് അധ്യാപകർക്ക് ട്രെയിനിങ് നൽകുന്ന അദ്ദേഹത്തിൻ്റെ ടീമാണ് ജസാക്കല്ലാഹു ഖൈറ. അപ്പം അദ്ദേഹമൊക്കെ പറയുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ ഫസ്റ്റ് മീറ്റിംഗ് അദ്ദേഹം ചോദിച്ചത് ഇതാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ അജണ്ട എന്താണ്? അത് വിശദീകരിച്ചപ്പോൾ ഷെയ്ഖിന് ഭയങ്കര താല്പര്യമായി. പക്ഷേ പലപ്പോഴും ഈ കാഴ്ചപ്പാടില്ലാതെ പോകുന്നത് കൊണ്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഈ കുട്ടികളെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ, നമ്മുടെ മുന്നിലിരിക്കുന്ന 10 കുട്ടികൾ 10 സമൂഹമാണ്. 10 സമൂഹമാണ്. അവർ ലബോറട്ടറിയിലെ ഗിനിപ്പന്നികളല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ നമുക്കൊരു പല പരീക്ഷണങ്ങളും നടത്തി, അത് പരാജയപ്പെട്ട്, അത് ആ കുട്ടികൾ ചടച്ചുപോയി, രക്ഷിതാക്കൾ അതിൽ നിന്ന് പിൻവാങ്ങി, അങ്ങനൊരു സമൂഹത്തെ നിർജ്ജീവമാക്കി നശിപ്പിച്ച് കളയുന്ന അവസ്ഥ പലപ്പോഴും ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. മാത്രമല്ല ഒരിക്കലും കുറച്ചപ്പുറത്തേക്ക് യാത്ര ചെയ്യാനും പറ്റില്ല. അങ്ങനെ കാഴ്ചപ്പാടില്ലാതെ ആകുമ്പോൾ നമുക്ക് യോഗ്യരായ അധ്യാപകരെ നിശ്ചയിക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ടയിൽ ഇല്ലാതെ വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്
കൃത്യമായ ഒരു മറ്റേ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത്, പഠനം എന്നുള്ളത് സജ്ജീകരിക്കുക എന്നതൊക്കെ നമ്മുടെ അജണ്ടയിൽ ഇല്ലാതെ വരും. പിന്നെ ഇത് എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും വലിയ അപകടം തന്നെയാണ് ശരിക്കും. അതിൽ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള ചില രൂപങ്ങളുണ്ട്, ശാസ്ത്രീയമായ രൂപത്തിൽ തന്നെ അത് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന് മാത്രമല്ല, അതിലൂടെ പഠിച്ച അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അവർ പോലും എന്ത് ചെയ്യും, അവർക്ക് അപകടം സൃഷ്ടിക്കുന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിന് പോലും എന്ത് ചെയ്യും, ഇത്തരം നാളെ അവരൊരു ഖതീബാവും, നാളെ അവരൊരു ഇമാമാകും, നാളെ അവർ ഖുർആൻ ക്ലാസ് എടുക്കുന്നവരാകും, എല്ലാ രംഗത്തും അത് ബാധിക്കും, അപകടമായിട്ട് മാറും. ഇത്തരം സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സ്ഥാപനങ്ങൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത. അതൊക്കെ എന്തൊക്കെയാണ്, അതായത് അത്തരം സ്ഥാപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ് സയൻറ്റിഫിക്. അതെ, ആ ഒരു വാക്ക് ശരിക്കും നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് മറ്റൊരു വാചകത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഓതൻറ്റിസിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നമുക്ക് നിയോഗിച്ച് തന്നപ്പോൾ നമുക്ക് എല്ലാത്തിലും നമുക്ക് മാതൃക അള്ളാഹു അതിൽ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അവിടെ നമുക്ക് കൃത്യമായ മാതൃകയുണ്ട്. അപ്പോൾ അത് ഏതുപോലെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടതുപോലെ അവിടുന്ന് കാണിച്ചു തന്നതുപോലെ നിസ്കരിക്കുക എന്നതുപോലെ തന്നെ ഇഖ്റഉൽ ഖുർആന കമാ ഉല്ലിംതും, പഠിപ്പിക്കപ്പെട്ടതുപോലെ ഖുർആൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഓതുക. അപ്പം ആ ഒരു റത്തിലുൽ ഖുർആന തർത്തീല, തർത്തീൽ ഇതൊക്കെ എന്താണെന്ന് കാണിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനങ്ങളാവട്ടെ, ഈ ഒരു സംവിധാനങ്ങളാവട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു നബിതങ്ങളുടെ ആ ഒരു വാചകം നമ്മൾ മുറുകെ പിടിക്കുക. എങ്ങനെയാണോ പരിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത് എന്നുള്ളത്, പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ഖൈറു മുഅല്ലിമായ ഏറ്റവും ശ്രേഷ്ഠനായ ഖുർആൻ അധ്യാപകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടതെന്നും ഏറ്റവും ശ്രേഷ്ഠരായ വിദ്യാർത്ഥികളായ സ്വഹാബാക്കൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാതൃക നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജണ്ടകൾ കൃത്യമാക്കുക, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വരെ തിരഞ്ഞെടുക്കുന്നിടത്ത് കൃത്യത കാണിക്കുക. അതുപോലെ തന്നെ പലപ്പോഴും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഏറ്റവും അപ്ഡേഷൻ ഇല്ലാത്തൊരു വിഭാഗമായി ഹിഫ്ള് അധ്യാപകർ മാറുന്ന ഒരവസ്ഥ ശരിക്കും ഉണ്ട്. ശരിക്കും അധ്യാപകർക്ക് അപ്ഡേഷൻ നൽകിക്കൊണ്ടേയിരിക്കുക, അവർക്ക് ട്രെയിനിങ് നൽകി അവരെ വളർത്തിക്കൊണ്ടേയിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വളരെ സയൻറ്റിഫിക് അല്ലെങ്കിൽ ഓതൻറ്റിക്കായി നടത്താനുള്ള ഒരു വലിയൊരു ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാവും, നമ്മുടെ പള്ളിയിലേക്കൊരു ഇമാമു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഹിഫ്ള് പഠിപ്പിക്കാനും പറ്റുമെന്നുള്ള ചിന്ത നമ്മൾ മാറ്റിവെച്ച് അദ്ദേഹം അതിന് യോഗ്യനാണോ എന്നും കൂടി നോക്കണമെന്നാവും. അത് മാത്രമല്ല, ഈ പള്ളിയിൽ ഇമാമിനെ സെലക്ട് ചെയ്യുന്നൊരു ചടങ്ങുണ്ട്. ഞാൻ പറയും കമ്പനിയിൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന പോലെ ചടങ്ങുണ്ട്. അത് സാധാരണഗതിയിൽ ഇമാമ് വന്നാൽ എന്ത് ചെയ്യും, നമുക്ക് ഇന്നത്തെ മഗ്‌രിബ് ഒന്ന് ഓൻ ഇമാമ് നിർത്തും, ആ വ്യക്തിയെ ഇമാമ് നിർത്തും. ഞാൻ മോശമാക്കി പറയല്ല, നിർത്തും. ഒരു ബാക്കിൽ നിൽക്കുന്ന പള്ളിയുടെ കമ്മിറ്റിയുടെ ആളുകളൊക്കെ എന്ത് ചെയ്യും, ആ ഇമാമൊക്കെ അവർക്ക് തജ്വീദ് ഉണ്ടോന്നോ അല്ല ഇവർക്ക് കേൾക്കാൻ ഭയങ്കര രസമാണോ, ഇതാണ് മാത്രം എന്ത് ചെയ്യുള്ളൂ. സാധാരണഗതിയിൽ ഒട്ടുമിക്ക പള്ളികളിലും എന്ത് ചെയ്യാറുള്ളത്. പക്ഷേ പുറത്ത് ധാരാളം യാത്ര ചെയ്ത വ്യക്തി കൂടിയാണ് നിങ്ങൾ. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ ഹിഫ്ള് കോളേജുകൾ സന്ദർശിച്ച് നമ്മൾ ആ യാത്രയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഇമാമുമാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത്? അപ്പോൾ അറിയാലോ, അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളിയുമായി കേന്ദ്രീകരിച്ച് ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങളുടെ സംസാരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ശരിക്കും വലിയൊരു പരിശ്രമമാണ് സ്ഥാപനം നടത്തുന്നവർ ചെയ്യുന്നത്. പള്ളി പരിപാലിക്കുന്നവർ വളരെ വലിയ പരിശ്രമമാണ് നടത്തുന്നത്. കാരണം നമുക്ക് പലപ്പോഴും പലരെയും അറിയാം, ജീവിതം അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആളുകൾ പള്ളി പരിപാലനത്തിന് വേണ്ടിയിട്ട്, സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ ട്രെയിനിങ്ങിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സുഹൃത്ത് അബ്ദുൾ റൌഫിന് ശരിക്കും അറിയാം, ആ ഒരു വാചകം ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഖൈറുക്കും ഷർറുക്കും അയാറരുതും. ഇതൊക്കെ പരിശ്രമിച്ചതിന് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്നുള്ളത് ഖുർആൻ അതിൻ്റെതായ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോഴാണ്. പക്ഷേ ഈ വിഷയത്തിൽ ആധികാരികത കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നത് മാറി ഈ ദലാലത്ത് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഏറ്റവും നശിച്ചവർ ആയി മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തണം. ഇനി ഇമാമിൻ്റെ ഒരു വിഷയമാണ്. ശരിക്കും ഇമാമത്തിന് ഒരാളെ നമ്മൾ നിശ്ചയിക്കുന്ന സമയത്ത് ഒന്നാമത് നോക്കേണ്ടത് അവൻ്റെ
അഹ്കാമുകൾ ആ ഒരു മേഖല ഫിഖ്ഹിയ ഒരു ജാനിബ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പാരായണം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. തെറ്റും വന്നാൽ സുജൂദ് സാഹിബ് എപ്പോഴാണ് ചെയ്യേണ്ടത് എങ്ങനെ അറിയാതെ അന്തം വിട്ട് കിടക്കുന്ന മലയാളികളല്ല സ്വാഭാവികമായിട്ടും, മറ്റുള്ള അവിടെ നിന്നൊക്കെ വരുന്നവർ എന്നിട്ട് ബാക്കിൽ ഇരിക്കുന്നവർക്കും പറയാൻ കഴിയില്ല, ആകണം നിസ്കാരം ഫസാദാവുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ അതെ പാരായണ മേഖല അത് വളരെ പ്രധാനപ്പെട്ട, കാരണം പലപ്പോഴും ഗുരുതരമായ തെറ്റുകൾ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഖുർആൻ പാരായണ രംഗത്ത് മൊത്തത്തിൽ ഇമാമത്തിൻ്റെ വിഷയത്തിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ശബ്ദ സാദൃശ്യം കൊണ്ടും രൂപസാദൃശ്യം കൊണ്ടും അക്ഷരങ്ങൾ മാറിപ്പോകും. കാരണം നമ്മൾ മലയാളികളാണ്, അപ്പോൾ അറബിയിൽ അക്ഷരങ്ങൾ ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് സിങ്ക് ആയിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മുടെ ഭാഷയിൽ എന്തില്ല, ഐനില്ല, ഹംസ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദമുണ്ട് അ ഇ ഉ, പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നമ്മളെന്താക്കും, നന്നായിട്ട് ഓതാൻ വേണ്ടിയിട്ട് എന്താക്കും, ആ എന്നുള്ളത് ആ എന്നാക്കി മാറ്റും. ഉദാഹരണത്തിന് വജാ നമ്മളെന്താക്കും, ഒന്ന് തജ്വീദോട് കൂടി എഴുതാൻ വേണ്ടി ജാ എന്നാക്കും അല്ലേ. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന അപകടം നോക്കി, അള്ളാഹു പറഞ്ഞു വജാ റബ്ബുക വൽ മലക്കു, നിന്റെ രക്ഷിതാവും മലക്കുകളും വന്നു എന്നുള്ളതാണ്. ഒരാള് വജാ റബ്ബുക എന്ന് പറയുമ്പോഴോ നിന്റെ രക്ഷിതാവിന് എന്നാലോചിച്ച് നോക്കി, എത്ര നിസ്സാരമായ ഒരു മാറ്റമാണ്, എത്ര വലിയ അപകടമാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മലയാളികൾക്ക് സുപരിചിതമായ ഒരു വിഷയം പറയുകയാണെങ്കിൽ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അള്ളാഹു പറഞ്ഞു വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിന് സമാധാനം അടങ്ങാൻ വേണ്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാവുന്നതാണെങ്കിൽ വലാകിൻ ലിയത്മഇന്ന ഖൽബി, അക്രമക്കുമുള്ള അള്ളാഹു നിങ്ങൾ ആദരിക്കട്ടെ, എൻ്റെ നായക്ക് സമാധാനം വരാൻ വേണ്ടി. എത്ര അപകടമാണ്. നമ്മളൊക്കെ പലപ്പോഴും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുന്ന വഖഫിൻ്റെ വിഷയങ്ങൾ. അതിൻ്റെ ഒരു ഉദാഹരണം സമയക്കുറവുണ്ടെങ്കിലും പറയേണ്ടത് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പറയാണ്. ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്. അവിടെ നിർത്തൽ നിർബന്ധമാണ്. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ, തീർച്ചയായിട്ടും വിളിക്ക് ഉത്തരം നൽകുന്നത് ആരാണ്? അല്ലാഹു. യസ്മഊൻ, കേൾക്കുന്ന ആളാണ് അല്ലേ. ഇനി അവിടെ നിർത്താതെ ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊന വൽ മൗതാ എന്ന് ഓതിയാലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തകർത്ത് കളഞ്ഞില്ലേ. അത് കേൾക്കുന്നവരും മരണപ്പെട്ടവരുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെ എന്താണ്, നമ്മൾ നിസ്സാരമായി വിചാരിക്കുന്ന പലതും വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇമാമിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അഹ്ലിയത്തുള്ള ആളുകളെ സമീപിച്ച് അവരോട് ഷൂറ ചെയ്ത് അങ്ങനെ ഒരു ടെസ്റ്റ് ഞാൻ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു ഇമാമിനെ നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഇതിനോട് കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, സമയക്കുറവുണ്ടെന്ന് ശരിക്കും അറിയാം. എന്താ വെച്ചാൽ ഞാനൊരു ചെറിയൊരു ആശയം സമൂഹത്തിലേക്ക് പലപ്പോഴായി വിചാരിച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ബഹുമാനീയ ഉസ്താദ് ഫൈസൽ മൗലവിയുടെ ആശയം ഞാൻ പറഞ്ഞിരുന്നു. സമൂഹത്തിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒരു ഭാഗത്ത് ഖുർആൻ നല്ല നിലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. ബേസിക് ലെവലിലുള്ള ആളുകളുണ്ട്, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഖുർആൻ ഹിഫ്ള് ചെയ്ത് പൂർത്തിയാക്കാൻ അങ്ങനെ നിൽക്കുന്നവരുണ്ട്. അതിൻ്റെ ഇജാസകൾ അങ്ങനൊരു മേഖലയിലേക്ക് കടന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ വളർത്തിക്കൊണ്ടുവരാം. മറുഭാഗത്ത് എന്താണ്, ഇവരെ ആവശ്യമുള്ള സമൂഹമുണ്ട്, ഇവിടെ മെമ്പറുകൾ മെഹ്റാബുകളൊക്കെ ഉണ്ട്. അപ്പം ഈ സമൂഹത്തെ കണക്ട് ചെയ്യാൻ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കും, ഒരു നിബന്ധന വെക്കാം. നമുക്ക് പൈസ ഒന്നും വേണ്ട, മറിച്ച് എന്താണ്, നിങ്ങൾ മാസത്തിലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ 12 മാസങ്ങൾ കൊണ്ട് ഒരു ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് നമുക്കൊരു 12 ക്ലാസ്സുകൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഏറ്റവും യോഗ്യരായ നമുക്ക് ഒരു ഖുർആൻ്റെ അഹ്ലുകാരെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി പറ്റും. നമ്മുടെ മിമ്പറുകൾ, മെഹ്റാബുകൾ, നമ്മുടെ മദ്രസകൾ, പള്ളികൾ പ്രകാശം കൊണ്ട് അലങ്കരിക്കാൻ നമുക്ക് സാധിക്കും ഏറ്റവും നല്ല നിലയിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ വളർത്തിയെടുക്കണമെന്ന് പറയാം. നമ്മൾ ഇപ്പോൾ ജാമിയയിലൊക്കെ നമ്മൾ നിർവഹിച്ചു പോരുന്ന ഒരു ഖുർആൻ പഠന മെത്തേഡ്, നേരിട്ട് ഖുർആൻ ഖിറാഅത്തിലേക്കോ അല്ലെങ്കിൽ പാരായണം ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ചില കോഴ്സുകളൊക്കെ ആദ്യം കൊടുത്തിട്ടാണ് നമ്മൾ പഠനത്തിലേക്ക് കിടക്കുക. അതുകൂടി ഒന്ന് വിശദീകരിച്ചാൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അതെ. ഇപ്പം നമ്മൾ നേരത്തെ ബഹുമാനായ ഉസ്താദ് അബ്ദുർ റഊഫ് സൂചിപ്പിച്ചതുപോലെ നമ്മളും ഒരു സ്ഥാപനം, മദീന വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച സ്ഥാപനമാണ് തഹ്സീൻ ഖുർആൻ അക്കാഡമി എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ സ്വീകരിച്ചു വരുന്നൊരു നയം, ഇപ്പോൾ ജാമ്യയിലാണെങ്കിലും ജാമ്യയുടെ മറ്റ് സംവിധാനങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിച്ചു വരുന്നൊരു നയം എന്ന് പറയുന്നത്, നമ്മൾ തുടങ്ങേണ്ട രീതിയിൽ തുടങ്ങി അതിനെ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം അക്ഷരങ്ങളെ പരിചയപ്പെടുത്തുക. ഇപ്പോൾ ഖായിദത്തുൻ നൂറാനിയ എന്നുള്ളതാണ് ഏറ്റവും അതിന് ശ്രേഷ്ഠമായൊരു കാര്യം. ഖായിദത്തുൻ നൂറാനി എന്ന് പറഞ്ഞാൽ വലുപ്പത്തിൽ ചെറുപ്പമുള്ള വളരെ വലിയൊരു അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ഞാനടങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആൻ വായിക്കാൻ പഠിച്ചതിലൂടെയാണ്. ഇപ്പോൾ ഖായിദത്തുൻ നൂറാനിയിലൂടെയൊക്കെ തുടങ്ങി അക്ഷരങ്ങളെ ക്ലിയറാക്കി. ഈ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഖുർആൻ പാരായണത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. ഇതിനെ ചേർത്ത് പദങ്ങൾ രൂപീകരിച്ച് പദങ്ങളെ കോർത്തുകയാണ് ആയത്തുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടങ്ങളുടെ കടന്നുപോയി അതിൻ്റെ മഹ്റജുകൾ, സിഫത്തുകൾ, അടിസ്ഥാന പാരായണ നിയമങ്ങൾ പഠിച്ച് പിന്നെ ഖുർആൻ കണ്ടോതാൻ പരിശീലിച്ച് ആ ദിവസങ്ങളും മാസങ്ങളും എടുത്ത് ഖുർആൻ്റെ ഏത് ഭാഗത്തു നിന്നും വളരെ പച്ചവെള്ളം പോലെ നമ്മൾ സാധാരണ അറിയില്ല അങ്ങനെ ഓതാൻ പരിശീലിച്ചതിന് ശേഷമാണ് ഹിഫ്ളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ആധികാരികമായ ശൈലി
എന്നുള്ളത് ചില നാട്ടുകാർക്കും സ്വാഭാവികമായിട്ടേ 6 മാസമായിട്ട് 7 മാസമായിട്ടും ഒരു സുഹൃത്ത് നാസ് പോലും പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ഖുർആൻ ഇറങ്ങി 23 വർഷം കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ക്യാപ്സ്യൂളായി കിട്ടാനുള്ള ഫീഡ്ബാക്കിലെ സക്കരിയ മൗലവിൻ്റെ കൂടെ, സക്കരിയ മദീനയുടെ കൂടെ പഠിക്കുമ്പോൾ മദീനയിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് മുഹമ്മദ് റഫീഖ് വന്നിട്ട് അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ സമയത്ത് ധാരാളം ഫീഡ്ബാക്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. മാഷാ അല്ലാ. പിന്നെ ഇതോടൊപ്പം നമ്മൾ പറയാനുള്ള ഒരുപാട് യാത്രകൾ, ഇപ്പോൾ ഇഫ്ള് കോളേജുകൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടേക്ക് യാത്ര ചെയ്യും? ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു സ്വരൂപിച്ചിട്ടാണല്ലോ ഈ ഒരു സംവിധാനത്തിൽ ഇത്രയും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രൂപത്തിൽ പഠനം എങ്ങനെ നടത്തണം എന്നുള്ള രൂപത്തിലുള്ളൊരു കാൽവെപ്പുകളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ യാത്രകളെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നാവും. ഓക്കെ, ആ യാത്രകളെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് നമ്മൾ ഇതിനുവേണ്ടി ജാമിയ അൽ ഹിന്ദിൽ തയ്യാറാക്കിയിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് കൂടി പറയാം. കാരണം അത് ജനങ്ങൾക്ക് മനസ്സിലായി അറിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ജാമിയയിൽ ഒരു മജ്ലിസ് തയ്യാറാക്കിയിട്ടുണ്ട്, അൽ മജ്ലിസുൽ ആലി ലിദ്ദറാസാത്തിൽ ഖുർആനിയ്യത്തി വഉലൂമിഹ, അല്ലെങ്കിൽ ദ സുപ്രീം കൗൺസിൽ ഫോർ ഖുർആനിക് സ്റ്റഡീസ് ആൻഡ് സയൻസസ്. അപ്പോൾ അൽഹംദുലില്ലാ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ബഹുമാനീയനായ നമ്മുടെയൊക്കെ ഉസ്താദ് ഷെയ്ഖ് യാസിർ ബിൻ ഹംസ അവരുകളാണ് അതിൻ്റെ ഒരു വൈസ് ചെയർമാനായിട്ട് നിലവിൽ സേവനമനുഷ്ഠിക്കാനുള്ളൊരു ഭാഗ്യം ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണ് നമ്മൾ ജാമിയയുടെ കീഴിലുള്ള മുഴുവൻ ഖുർആനിക സംവിധാനങ്ങളെയും ക്രോഡീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കീഴിലാണ് നമ്മൾ യാത്രകൾ നടത്തി വരുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രമുഖമായ അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലേക്കും അല്ല ഉസൂലുകളിലേക്ക്, ഈ പൊട്ടിപ്പുറപ്പെടുന്ന പറയില്ലേ ഉറവുകൾ, അവിടേക്ക് അൽഹംദുലില്ലാ നമ്മൾ യാത്രകൾ ചെയ്തു കഴിഞ്ഞു. കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിൽ ഏകദേശം എല്ലാ മേഖലകളിലേക്കും യാത്ര നമ്മൾ നടത്തി. അതുപോലെ തന്നെ കർണാടക, ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത സമയത്ത് തന്നെ ബിഇദ്നില്ലാഹി അസ്സ വജൽ നമ്മുടെ റിസർച്ച് അക്കാഡമിയുമായി നമ്മൾ സഹകരിച്ചുകൊണ്ട് ജാമിയയുടെ നമ്മുടെ ഉത്തരേന്ത്യയുള്ള UP, ഡൽഹി, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര പ്ലാനിലുണ്ട്. അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട്, കഴിഞ്ഞ റമദാനുകളിലൊക്കെ ആയിട്ട് UAE വളരെ പ്രധാനപ്പെട്ട ഔഖാഫുകളിലേക്കും മറാക്കിസിലേക്കുമൊക്കെ ജാമിയയുടെ ഔദ്യോഗികമായ അൽഹംദുലില്ലാ സംവിധാനമായിട്ട് തന്നെ നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടൊരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അൽഹംദുലില്ലാ ആഫ്രിക്കയിലായിരുന്നു, മറ്റേ ഈസ്റ്റ് ആഫ്രിക്കയിലെ കെനിയ എന്ന് പറയുന്നൊരു രാജ്യത്തായിരുന്നു. അപ്പോൾ സുബ്ഹാനല്ലാഹ് ഇവിടെയൊക്കെ നമുക്ക് മൊത്തത്തിൽ ഖുർആനിനോടുള്ള ഒരു ഷൗക്ക് ആളുകൾ കാണാൻ, ഹുബ്ബ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഈ ഒരു എനിക്ക് പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ലോക പ്രശസ്തനായ ഒരു ഖാരി ആണ്, നമ്മുടെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്, നമുക്കൊക്കെ അറിയാവുന്ന ഷെയ്ഖ് അഹ്മദ് നുഫൈസ്. മൂപ്പർ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മൂപ്പർ പറഞ്ഞു വെച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഉയരാൻ സാധിക്കുമെങ്കിൽ, വളരാൻ സാധിക്കുമെങ്കിൽ, കബൂലിയത്ത് കിട്ടുമെങ്കിൽ അത് ഖുർആനിലൂടെയാണ്. ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കുറിച്ച് വസിയത്തായിട്ട് പറയുന്നുണ്ട്, ഇൻ അറത്ത ദുനിയ ഫഅലൈക ബിൽ ഖുർആൻ. നിനക്ക് ദുനിയാവ് വേണോ, ഖുർആൻ മുറുകെ പിടിക്കാം. വൈൻ അറത്തൽ ആഖിറ, നിനക്ക് ആഖിറം വേണോ, ഖുർആൻ മുറുകെ പിടിക്കാം. വൈൻ അറത്തഹുമാ മഅൻ, ഈ രണ്ടും വേണോ, ഖുർആൻ മുറുകെ പിടിക്കാം. ആ ഒരു സുബ്ഹാനല്ലാഹ് ഖുർആനിലുള്ള ഷൗക്കും ഹുബ്ബും ഒക്കെ നമുക്ക് പ്രകടമായി കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ ഒരു ചെറിയൊരു വിഷയം ഞാൻ പറയാം. സുബ്ഹാനല്ലാഹ് ഒരു സ്ഥാപനത്തിൽ പോയി, ആഫ്രിക്കയിൽ നമ്മുടെ കെനിയയിലെ മുംബാസ എന്ന് പറയുന്നൊരു കോസ്റ്റൽ ഏരിയയിൽ ഒരു കിക്വാനി എന്ന് പറയുന്നൊരു പ്രദേശത്ത് അവിടെ ഒരു സ്ഥാപനമുണ്ട്. സോമാലിയൻ ട്രൈബ് നടത്തുന്നൊരു സ്ഥാപനമാണ്. സുബ്ഹാനല്ലാഹ് അവിടെ പോയപ്പോൾ ഒരു ചെറിയ റൂം, അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ശരാശരി നമ്മുടെ ഒരു ബെഡ്റൂമില്ലേ, അതിനേക്കാൾ ഒരു അല്പം കൂടി നീളമുണ്ടെന്ന് മാത്രം. ഈ റൂമിൽ ഏകദേശം 80ഓളം വിദ്യാർത്ഥിനികൾ വെറും 3 ഫാനിൻ്റെ കീഴിൽ ആഫ്രിക്കയിലെ ആ ചൂടിൽ ഇരുന്ന് ഖുർആൻ പഠിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അനുഭൂതിയായി അവിടെ പോയത്. കാരണം ഇന്ന് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഖുർആനോടുള്ള ആ ഒരു താല്പര്യം എവിടെ? നമ്മൾക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം എവിടെ? നമുക്കിന്ന് ചൂടെടുത്താൽ ഖുർആൻ പഠിക്കാൻ പറ്റില്ല, തണുപ്പ് വന്നാൽ ഖുർആൻ പഠിക്കാൻ പറ്റില്ല. നമ്മൾ പലതിൻ്റെയും പേരിൽ ഖുർആൻ്റെ പഠനം മാറ്റിവെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വെച്ചാൽ, കച്ചവടത്തിൻ്റെ പേരിൽ ഖുർആൻ മാറ്റിവെക്കുന്നവർ ആരെ നോക്കട്ടെ?
ഉസ്മാൻ ബിൻ അഫ്ഫാനെ നോക്കട്ടെ, മരണപ്പെടുമ്പോഴും ഷഹീദാക്കുമ്പോഴും ഖുർആൻ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദഅവത്തിൻ്റെ പേരിൽ എനിക്ക് സമയമില്ല, എനിക്ക് ദഅവത്തിന് പോകണം, എനിക്ക് ക്ലാസ് എടുക്കാൻ പോകണം, എനിക്ക് മീറ്റിങ്ങിന് പോകണം. സുബ്ഹാനല്ലാഹ്, ഖാലിദ് ബിൻ വലീദിനേക്കാൾ തിരക്കോ, അബൂ സുലൈമാൻ സൈഫുല്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ബിൻ വലീദിനേക്കാൾ തിരക്കോ നമുക്ക് ദഅവത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് ഖുർആനുമായി ബന്ധം പുലർത്താൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. മക്കളെ തയ്യാറാക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ പലപ്പോഴും സ്ത്രീകൾ പറയുന്നതാണ്, മക്കൾ എൻ്റെ സ്കൂളിൽ വിടണം, അല്ലെങ്കിൽ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കണം, സമയം കിട്ടുന്നില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, 100-ൽ പരം മക്കളുണ്ടായിരുന്ന അനസ് ബിൻ മാലിക്കിന് ഉള്ളതിനേക്കാൾ തിരക്കോ നമുക്ക് അവർക്ക് ഖുർആനുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ആഫ്രിക്കയിലെ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എത്രത്തോളം ഖുർആനിലേക്ക് അവർ ഡെഡിക്കേറ്റഡ് ആണ്. അവർക്ക് ലഭിച്ച ആ ഒരു അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. സുബ്ഹാൻ, എടുത്തു പറയട്ടെ, അവരെങ്ങനെ ഖുർആൻ പഠിക്കുന്നു അറിയോ? എന്നാ അറിയോ? ഇല്ല. മുസ്ഹഫിലേക്ക് നോക്കിയിട്ടല്ല, അവർക്ക് മുസ്ഹഫില്ല. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലും കുറച്ച് മുസ്ഹഫ് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചിട്ട്. അവരെങ്ങനെ പഠിക്കുന്നറിയോ? പലകകളിൽ കരി അവർ അരച്ചിട്ട് അതൊരു മരത്തിൻ്റെ കറയുമായി മിക്സ് ചെയ്ത്, ഇതെപ്പോഴറിയോ? 2024 ഓഗസ്റ്റിൽ നടന്ന കാര്യമാട്ടെ പറയുന്നത്. ഇത് 1800 അങ്ങനെന്നല്ല പറയുന്നത്. അതെ, 2024 ഓഗസ്റ്റിലാണ്. അതെ, അവർ കരി അത് പൊടിച്ചിട്ട് ഒരു മരത്തിൻ്റെ പ്രത്യേകമായി കറയുമായി ചേർത്ത് അത് പലകകൾ എഴുതി അത് വായിച്ച് പഠിക്കുന്ന ഒരു ശൈലി. അത് കഴിയുമ്പോൾ എന്താണ്, അവരത് വായിച്ച് കളഞ്ഞിട്ട് പിന്നെ ആദ്യം മുതൽ ഓതും. അപ്പോൾ അദ്ദേഹം ഷെയ്ഖ് പറയാണ്, നിങ്ങൾ വായിക്കുന്ന ഖുർആൻ നിങ്ങളുടെ കണ്ണുകളിലേ നിൽക്കുള്ളൂ, പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന ഖുർആൻ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിയുന്നുണ്ട്. ഞങ്ങൾ എഴുതുന്ന ഓരോ അക്ഷരങ്ങളും അത് പതിയുന്നത് ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിലാണ്, കണ്ണുകളിലല്ല എന്ന് അദ്ദേഹം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അത് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അവരുടെ ഒരു പഠനത്തിൻ്റെ മെത്തേഡാണ് ഖുർആൻ മേടിക്കാനുള്ള ഒരു ഫിനാൻഷ്യലി ഒന്നും ഇല്ല. അത് ശരിക്കും അവരുടെ ഒരു ട്രൈബൽ രൂപമായിരുന്നു, പക്ഷെ അവർ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ്, ഈ ഒരു വാർത്ത അറിയിച്ചപ്പോൾ ചില ആളുകളൊക്കെ അവർക്ക് ചില സംഭാവനകളൊക്കെ ആയിട്ട് 10 ഖുർആനുകൾ നമ്മൾ ആ സ്പോട്ടിൽ അവിടെ അൽഹംദുലില്ലാഹ് ചില സുഹൃത്തുക്കളൊക്കെ ഇടപെട്ടിട്ട് വാങ്ങിക്കൊടുത്തു. ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറങ്ങിയിട്ട് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ലായിരുന്നു. 10 ഖുർആൻ വാങ്ങിക്കൊടുത്തപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിൽ എത്ര ഖുർആനാണ് പൊടി പിടിച്ചിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ എത്ര പരിഭാഷകളാണ്, നമ്മുടെ പള്ളിയിൽ എത്രയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നാളെ ഈ മനുഷ്യന്മാരെ നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പറയാനുണ്ടാവുക? സത്യത്തിലേ ഇത് എന്താ വെച്ചാൽ ഓരോ ശ്രോതാക്കളും സ്വയം വിചാരണ നടത്തുക, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരും സ്വയം വിചാരണ നടത്തേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഖുർആൻ ഉണ്ടോ, അല്ലെങ്കിൽ ആ എത്ര ഖുർആൻ നമ്മുടെ വീടിൻ്റെ ഷെൽഫുകൾ കിടക്കുന്നുണ്ട്. ഷെൽഫിലും അതുപോലെ തന്നെ റാക്കിൻ്റെ മുകളിലൊക്കെ ഒരുപാടെണ്ണം ഉണ്ടാവും ഉപയോഗിക്കാതെ തന്നെ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്നും കൂടി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ. എന്തായാലും വളരെയധികം ഉപകാരമുള്ള ഒരുപാട് ചർച്ചകളാണ് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട്. സമയം തികഞ്ഞില്ല എന്നുള്ളതാണ്. ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും സമയം തികഞ്ഞിട്ടില്ല. വിശദമായ ഇരുത്തം ഒന്ന് ചെയ്യണം ഇൻഷാല്ലാ. ശ്രോതാക്കളൊപ്പം ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലാ. എന്തായാലും നമ്മളൊപ്പം പങ്കെടുത്തതിലും ചേർന്നതിലും ഒരുപാട് സന്തോഷം. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.